ബാല്യകാലത്ത്, കൗമാരക്കാലത്ത് ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും അത് സമൂഹത്തിനും കുടുംബത്തിനും എന്ന് വേണ്ട എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ പ്രതിപാദിച്ചിരുന്നു. അത് കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളാകാം, സമൂഹത്തിൽ നിന്ന് അവർ ഏൽക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ കൊണ്ടാകാം. എന്നാൽ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ മൂർത്തഭാവം, സെക്ഷൽ അഡിക്റ്റ്, ക്രൂവൽ ലേഡി പേഴ്സൺ, സെൽഫിഷ് ലേഡി പേഴ്സൺ. കൊല്ലം പുനലൂർ സ്വദേശിയായ സാം എബ്രഹാമിനെ ഓസ്ട്രേലിയയിലെ മെൽബണിൽ വെച്ച് ക്രൂരമായിട്ട് കൊന്ന സെൽഫിഷ് പേഴ്സണെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോഫിയ എന്ന് പറയുന്ന സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അങ്ങേയറ്റം പുളച്ച, ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ജയിലിൽ 22 വർഷം തടവിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന സോഫിയ എന്ന് പറയുന്ന ക്രൂവൽ പേഴ്സണെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. വധശിക്ഷ നിരോധിച്ച രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ വധശിക്ഷ ലഭിച്ചില്ല, അല്ലെങ്കിൽ വധശിക്ഷ കിട്ടേണ്ടതായിട്ടുള്ള കൊടും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവളും ഇവളുടെ സ്കൂൾ കാലഘട്ടത്തിലെ കാമുകനായ അരുൺ കമലാസനും കൂടി ചേർന്ന് ചെയ്തത്. ഒരു കുടുംബത്തിലെ ഓരോ അംഗത്തെയും കൊന്ന് കുടുംബത്തിൻ്റെ അധിപതിയാകാമെന്ന് വ്യാമോഹിച്ച ജോളി, സയനൈഡ് ജോളിയുടെ മറ്റൊരു പ്രതിബിംബമായിട്ടുള്ള അവസ്ഥയായിട്ട് ഈ സോഫിയ എന്ന് പറയുന്ന സ്ത്രീയെ നമുക്ക് കണക്കാക്കാം. അവൾക്ക് 30 വയസ്സാണെങ്കിൽ ഇനിയും 52 വയസ്സായതിനു ശേഷം മാത്രമേ, അതായത് അവളുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ജയിലിന് പുറത്തേക്ക് വിടുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവളുടെ ആൺ സുഹൃത്തായ കമലാസന് 27 വർഷമാണ് തടവ് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. പല പ്രാവശ്യം കേട്ടിട്ടുള്ളതായിരിക്കും ഇതുപോലത്തെ കേസ് കെട്ടുകളെങ്കിലും പലതവണ അറിഞ്ഞിട്ടുള്ളതും വളരെയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇതുപോലുള്ള വിചിത്ര സംഭവങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുവാനായിട്ടുള്ള ആകാംക്ഷ ഉണ്ടാക്കുന്നത് തന്നെയും ഇതുപോലുള്ള വിചിത്ര സംഭവങ്ങൾ ഇവർ കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും നമ്മളത് കേൾക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. പുനലൂർ സ്വദേശിയായ സാം എബ്രഹാം ഇത്രത്തോളം പാവത്താൻ ആകരുതായിരുന്നു എന്നാണ് അവളുടെ കൂടെ പഠിച്ചിരിക്കുന്ന ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞത്. അത്രത്തോളം പാവത്താൻ എന്ന് മാത്രമല്ല, നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിത്വം, മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ടുള്ള വ്യക്തി, കുടുംബത്തിനും സമൂഹത്തിനും മികച്ച കാഴ്ചപ്പാടുണ്ടാക്കുന്ന വ്യക്തി. ഇങ്ങനെ ക്യാരക്ടർ ബേസിലും ശരീര ലെവലിലും സുന്ദരനും സുമുഖനുമായിട്ടുള്ള ആ സാം അലക്സിനെയാണ് ഈ സോഫിയ നിഷ്ഠൂരമായി അവൻ്റെ ആൺ സുഹൃത്തിനോടൊപ്പം കൊലപ്പെടുത്തിയത്. ജീവിക്കുവാൻ ഒരു തരത്തിലും സമ്മതിക്കാത്ത, അല്ലെങ്കിൽ ഡ്രഗ്സ്, മദ്യത്തിൻ്റെ അടിമകളായിട്ടുള്ള, അല്ലെങ്കിൽ പണത്തിൻ്റെ ലെവലിൽ, അല്ലെങ്കിൽ സംശയത്തിൻ്റെ ലെവലിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വളരെയധികം നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, അത് ആണായിട്ടായാലും പെണ്ണായിട്ടായാലും വിവാഹിതരായിട്ടുള്ള വ്യക്തികളെ കാണാം. അങ്ങനെയുള്ള അവസ്ഥയിലല്ലാത്ത ഒരു വ്യക്തിയെ ഈ രീതിയിൽ ചെയ്തപ്പോൾ അവൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ശിക്ഷ, ഓസ്ട്രേലിയൻ പോലീസ് ആയതുകൊണ്ട് തന്നെ അവർ നടത്തിയ മികച്ച അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഒരു ലെവൽ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് 1 മണിക്കൂറൊന്നും പോരാ, അത്രത്തോളം മികച്ച അന്വേഷണ ലെവൽ. ലോകത്തിലെ എല്ലാ രാജ്യത്തിൻ്റെ തന്നെ അന്വേഷണ ലെവൽ എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഏറ്റവും ഉദാഹരണമായിട്ടും പഠനത്തിന് വിധേയമാക്കാവുന്ന രീതിയിലുള്ള അന്വേഷണ വൈവിധ്യമാണ് ഓസ്ട്രേലിയയിലെ പോലീസുകാർ അവിടെ നടത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത്, വിക്ടോറിയ പോലീസുകാർ നടത്തിയിരിക്കുന്നത്. നമ്പർ XX സ്ക്വാഡിൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ഡാൻ പോലീസ് ആണ് ഈ അന്വേഷണത്തിൻ്റെ ചുമതല തന്നെ എടുത്തത്. ആ അന്വേഷണത്തിൻ്റെ ലെവൽ പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ഇവരുടെ സാം സോഫിയയുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വിവാഹത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സോഫിയയ്ക്ക് സാമിനെ മതിയെന്നും സാമിൻ്റെ അപ്പൻ അതിനെ എതിർക്കുകയോ ചെയ്തിട്ട് കൂടി സോഫിയ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സാമിനെ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും ശാഠ്യം പിടിക്കുകയും അങ്ങനെ സാം സോഫിയ വിവാഹം നടക്കുകയും
അങ്ങനെ ഓസ്ട്രേലിയയിൽ ജോലി ഉണ്ടായിരുന്ന സാമിനോടൊപ്പം സോഫിയയും ഓസ്ട്രേലിയക്ക് പോകുമായിരുന്നു. അപ്പോൾ അതിനേക്കാട്ടിലും അപ്പുറത്ത് വേറൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. സോഫിയയുടെ ബാല്യകാല സുഹൃത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ട് പരിചയമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഈ അരുൺ കമലാസനൻ. ഈ അരുണുമായിട്ടുള്ള ബന്ധം അവൾ രഹസ്യമായിട്ട് കൊണ്ടു നടന്നിരുന്നു എന്നാണ് ഇതിൽ നിന്നറിയാനായിട്ട് കഴിയുന്നത്. സാമിൻ്റെ വിവാഹത്തിന് ശേഷവും കോണ്ടാക്റ്റ് ആക്കുകയും സാമിനോടൊപ്പം ഓസ്ട്രേലിയയിലെത്തിയ സോഫിയ അരുണിനെ എങ്ങനെയും ഓസ്ട്രേലിയയിൽ എത്തിക്കുവാൻ വേണ്ടി സ്റ്റുഡൻറ്റ് വിസ ലെവലിൽ അരുണിനെയും ഓസ്ട്രേലിയയ്ക്ക് എത്തിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് സാമും കാമുകനായിട്ട് അരുൺ കമലാസനും. അവർക്കിടയിൽ സോഫിയ സാമിന് ഒരു മകനുണ്ടാവുകയും പക്ഷേ കാമുകൻ എന്ന രീതിയിലുള്ള ബന്ധം സോഫിയ തുടർന്നുകൊണ്ടേയിരുന്നു. അരുണും സോഫിയയും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ അരുണിൻ്റെ വീട്ടിലെത്തിയിരുന്ന സോഫിയയും പിന്നീട് ബന്ധം ദൃഢപ്പെടുകയും എങ്ങനെയെങ്കിലും സാമിനെ ഒഴിവാക്കിയാൽ മതിയെന്നുള്ള അവസ്ഥയിലേക്ക് സോഫിയ എത്തുകയും ചെയ്തിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരവസ്ഥയുണ്ട് ഉള്ളത് നമുക്കിഷ്ടപ്പെടാത്തതായിട്ടുള്ള ബന്ധം, മുമ്പേ പറഞ്ഞിട്ടുള്ള ക്രൂവൽ പേഴ്സൺ ലെവലിലുള്ള സ്വഭാവ ലെവലുള്ള വ്യക്തികളാണെങ്കിൽ അവരെ ഉപേക്ഷിക്കാം. തുടർന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള എല്ലാ സിസ്റ്റവും ഇന്ന് എല്ലാ രാജ്യത്തും നിലനിൽക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കൂട്ട് സോഫിയ എന്ന വ്യക്തിയുടെ ക്രൂരത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒഴിവാക്കുമ്പോൾ സ്വാർത്ഥ ചിന്താഗതി അവിടെ തലപൊക്കി സമൂഹത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ പ്രതിച്ഛായ എങ്ങനെയായിത്തീരും. അപ്പോൾ അതിനെക്കാട്ടിലും ക്രൂരമായിട്ടുള്ള ലെവലിലേക്ക് കടക്കുവാനായിട്ട് അവരുടെ മനസ്സ് പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു അവർ. കുടുംബത്തെ നോക്കി കുടുംബത്തോട് സന്തോഷത്തോടെ കഴിയുമായിരുന്ന സാമിനെ നിഷ്ഠൂരയായ സോഫിയ എങ്ങനെയും ഒഴിവാക്കുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്നുള്ള ചിന്താഗതി തന്നെ അവിടെ രൂപപ്പെട്ടു വന്നു. അതിനുവേണ്ടി വർഷങ്ങളെടുത്ത് അവർ അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് നിർത്താം എന്ന് കരുതിയിരുന്ന സാമിന് സോഫിയയിൽ സംശയങ്ങൾ ഉണ്ടാകുകയും ഇവരുടെ അരുൺ സോഫിയ ജീവിതത്തിന് കൂടിക്കാഴ്ചകളിൽ തടസ്സമാകുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സോഫിയും അരുണും ചേർന്ന് സാമിനെ കൊലപ്പെടുത്തുക എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ നീങ്ങി. അതിനുവേണ്ടി ആദ്യം അവർ വാടക കൊലയാളിയെ ഏർപ്പാടാക്കാം എന്നുള്ള തന്ത്രത്തിലേക്ക് നീങ്ങുകയും പക്ഷേ അത് അത്രത്തോളം വിജയം ഉണ്ടായില്ല. അതിനുശേഷം സാമിൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞിരുന്ന അരുൺ സാമിനെ കൊല്ലാം എന്നുള്ള അവസ്ഥയിലേക്ക് വരികയും സാം അത്ഭുതകരമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയും മുറിവേറ്റ സാം ഈ വിവരം ആരോടും പറയാതിരിക്കുക ചെയ്തത് ഏറ്റവും ദോഷകരമായിട്ട് മാറുകയും ചെയ്തു. കുടുംബത്തിനെ ഓർത്ത് മകനെ ഓർത്ത് അയാൾ വീട്ടുകാരെയോ നാട്ടുകാരെയോ ആരെയും ഈ ഒരു വിഷയം അറിയിക്കുകയും ഉണ്ടായില്ല. പക്ഷെ അതിനുശേഷം സാം പുനലൂരിൽ എത്തുകയും അവിടുന്ന് തിരിച്ചു പോകുവാൻ തുടങ്ങിയപ്പോൾ അച്ഛനോട് താൻ ഇനിയും മടങ്ങി വരുന്നത് ശവപ്പെട്ടിയിലായിരിക്കും എന്നുള്ളൊരു വാർത്ത പറയുകയും ചെയ്തു. പക്ഷെ എന്താണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സാമിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. തിരിച്ചെത്തിയ അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ സാം കൊല്ലപ്പെടുകയുണ്ടായി. ഇതിനിടയിൽ സോഫിയയും അരുണും കണ്ടുമുട്ടൽ നടന്നുകൊണ്ടിരുന്നു. സാമിൻ്റെ തിരിച്ചെത്തൽ വീണ്ടും അവരെ അനിഷ്ടമായ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ വളരെയധികം ഉണ്ടാക്കി. അരുൺ അവൻ്റെ ഭാര്യയെയും മകനെയും നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. മകൻ്റെ പഠനത്തിന് അതാണ് ഗുണമെന്ന് ഭാര്യയെ വിശ്വസിപ്പിച്ചുകൊണ്ട് അരുൺ ഭാര്യയെ നാട്ടിൽ നിർത്തുകയാണ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ കൂടിക്കാഴ്ചകൾ നടക്കാൻ വേണ്ടി. സോഫി എന്ന യക്ഷിയുടെ അഭിനയത്തിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങി. ഒരു ദിവസം രാത്രിയിൽ സോഫിയെ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് സാമിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, എൻ്റെ സാമേട്ടൻ മരണപ്പെട്ടു, ഹൃദ്രോഗത്താൽ ഹാർട്ട് അറ്റാക്കാൽ മരിച്ചു എന്നുള്ള വാർത്ത അവരെ വളരെ വിഷമത്തോടുകൂടി വളരെ കരഞ്ഞു വിളിച്ചുകൊണ്ട് അറിയിക്കുകയും സാമിൻ്റെ മരണത്തിന് ശേഷം
ഉടൻ തന്നെ ശവം നാട്ടിലേക്ക് എത്തിച്ചപ്പോഴും വളരെ വിഷാദ രോഗിയെപ്പോലെ വളരെയധികം അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് ഏറ്റവും അലമുറയിട്ട് കരഞ്ഞ് നാട്ടുകാരുടെയും ശ്രദ്ധ സോഫിയ അവിടെയും കരസ്ഥമാക്കി. അതിനുശേഷം സോഫിയ ഒരു ആൺകുഞ്ഞ് മാത്രമാണ് തനിക്ക്, താൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ലെവലിൽ ആൾക്കാരോട് സംസാരിക്കുന്ന ആ ഒരു ലെവലിൽ നാട്ടുകാർ എല്ലാവരും കൂടെ പിരിച്ച് 15 ലക്ഷം രൂപ സോഫിയയ്ക്ക് കൊടുക്കുകയും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സോഫിയയുടെ ആക്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അങ്ങേയറ്റം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്, സ്വാർത്ഥ താല്പര്യത്തിൻ്റെ മൂർത്ത ഭാവം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റും ഇതുതന്നെയാണ്. മരണത്തിൻ്റെ ശവമടക്കിന് ശേഷം അവൾ വീണ്ടും ഓസ്ട്രേലിയ മെൽബണിലേക്ക് എത്തുകയും മെൽബണിലെ എപ്പിക്കിൽ ഏറ്റവും കൂടുതലായിട്ട് അരുൺ കമലാസനും സോഫിയും സാമിന് കൊടുത്ത 15 ലക്ഷം അവിടെ അടിച്ച് പൊളിച്ച് ദൂർത്ത് അടിച്ച് അവർ എൻജോയ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഈ മരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ നിന്നുള്ള അന്വേഷണത്തിന് വേണ്ടി അവർ ഊർജിതപ്പെടുത്തിയില്ല. കാരണം മകൻ സ്വാഭാവികമായിട്ടുള്ള അസുഖത്താൽ മരിച്ചു എന്നുള്ള അവസ്ഥയിൽ തന്നെ അങ്ങനെ പോയിരുന്ന ഒരു അവസ്ഥയിൽ അവർ നാട്ടിൽ നിന്ന് അന്വേഷണം എന്നുള്ള അവസ്ഥ അവരുടെ ചിന്തയിലേക്ക് വരുന്നുമില്ല. പക്ഷേ ഓസ്ട്രേലിയൻ പോലീസിൻ്റെ ബുദ്ധി അവിടെ അവർക്ക് തുടങ്ങുന്നതും അതിനുവേണ്ടി അവർ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് 1 മണിക്കൂറുള്ള വീഡിയോയിലൂടെയൊന്നും തീരുന്നതായിട്ടുള്ള അവസ്ഥയല്ല. ഒരു അജ്ഞാത ഫോൺ അവിടെ എത്തിയതായിട്ട് ഒരു ലേഡി ഒരു ഫോൺ വിളിച്ചതായിട്ടും ആദ്യം ഒരു വാർത്തകളിൽ അവിടെ വന്നിരുന്നു. പക്ഷേ അതിനെ അവിടെയുള്ള പോലീസ് വൃത്തങ്ങൾ നിഷ്കരണം തള്ളുകയാണ് ഉണ്ടായിരുന്നത്. അരുണിൻ്റെ നാട്ടിലുള്ള വൈഫ് ഓസ്ട്രേലിയൻ പോലീസിലേക്ക് വിളിച്ച് സോഫിയയുടെ ചലനങ്ങളിൽ, സോഫിയയുടെ ജീവിതത്തിൽ നിങ്ങളറിയാത്ത പല വിഷയങ്ങളും ഉണ്ട് എന്നുള്ള ഒരു അജ്ഞാത കോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഫോൺ കോളിൻ്റെ ഇതിവൃത്തം. ഭർത്താവ് മരിച്ച ഉടനെ എത്തുന്ന ഒരു സ്ത്രീയുടെ ചലനങ്ങളായിരുന്നില്ല സോഫിയയുടേത് എന്നുള്ളത് മറ്റുള്ളവരിൽ സംശയത്തിന് കാരണമാകുകയും പോലീസുകാരുടെ അന്വേഷണം അവിടെ സ്റ്റാർട്ടിങ് ചെയ്തു എന്നുള്ളത് ആരെയും അറിയിക്കാതെയും ഒരു മീഡിയയും, ഇവിടുത്തെ പോലെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം മീഡിയയും അന്വേഷണം നടത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥയോ സിസ്റ്റമാറ്റിക് ലെവലോ അല്ല അവിടെ ഉണ്ടായിരുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ പെർഫെക്റ്റ് ലെവൽ അന്വേഷണം. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്. ഏറ്റവും അഭിനന്ദനകരമായിട്ടുള്ള ഒരു അന്വേഷണ റിസൾട്ടാണ് ഇനി നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്. അവരുടെ അന്വേഷണം നടത്തുവാനായിട്ട് വേഷം മാറിയിട്ടുള്ള പോലീസുകാരായിട്ട് ഇവർ പല ഗ്യാങ്ങുകളായിട്ട് തിരിക്കുകയും അവിടെ നിന്ന് അവരുടെ അന്വേഷണം സ്റ്റാർട്ടിങ് ചെയ്യുകയുമാണ് ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി സ്റ്റെപ്പ് 1 ഡാൻ എന്ന പേരിൽ ഒരു പോലീസുകാരൻ അരുണിൻ്റെ അടുക്കലേക്ക് എത്തുകയാണ്. പ്രധാനമായിട്ടും അരുണിനോട് പറഞ്ഞത്, ജാം എന്ന് പറയുന്ന തങ്ങളുടെ സംഘത്തലവൻ്റെ മകളെ കാണുവാനില്ല, അവളെ അന്വേഷിക്കുവാനായിട്ട് നീയും ഞങ്ങളുടെ കൂടി ഒന്ന് കൂടണം, കാരണം നീ ഈ പ്രദേശമൊക്കെ നിനക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡാം എന്ന പേരിൽ ആ പോലീസുകാരൻ പേരുമാറ്റം നടത്തി അരുണിനെ സമീപിക്കുന്നത്. അങ്ങനെ അരുണിൻ്റെ സൗഹൃദം നടത്തുമ്പോൾ അരുണിന് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും അരുണിന് ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിലാണ് നിൽക്കുന്നതെന്നും അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്, ആ വ്യക്തിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയും കാര്യങ്ങളും നീ ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ നടത്തിത്തരാം എന്നുള്ള പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് അരുണിനെ കൂടുതലായിട്ട് അവരിലേക്ക് അടുത്തിടപെടുവാനുള്ള അവസ്ഥ അവരുണ്ടാക്കി കൊടുക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. അങ്ങനെ തങ്ങളുടെ കൂടെ പണപ്പിരിവിന് വേണ്ടി അരുണിനെ ക്ഷണിക്കുകയും അങ്ങനെ പല രീതിയിൽ പണപ്പിരിവ് നടത്തുകയും, അങ്ങനെ പണപ്പിരിവ് നടത്തി വരുമ്പോൾ ഒരു ദിവസം 200 അല്ലെങ്കിൽ ഒരു വർക്കിന് $200 എന്ന രീതിയിൽ അരുണിലേക്ക് കൊടുക്കുകയും അരുണിനത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുകയും ഇവരുടെ കൂടെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത്
സ്വാർത്ഥ താല്പര്യ വ്യക്തികൾക്ക് തങ്ങളുടെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് നീതി നിയമ അവസ്ഥകളൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. അവർക്ക് മുന്നിൽ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് എത്ര ക്രിമിനൽ ലെവൽ പശ്ചാത്തലത്തിലൂടെ കടന്നു കഴിഞ്ഞാലും തങ്ങളുടെ ലെവല് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അരുണിൻ്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോൾ അരുണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണ ലെവൽ വിധേയമാകാതെ മുൻ കാണുന്ന വഴിയിലൂടെ നടന്നങ്ങ് നീങ്ങുക എന്നുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്നും വേഷം മാറി നിന്ന പോലീസുകാർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അത് അവരുടെ ജോലിയെ ഏറ്റവും കൂടുതൽ എളുപ്പത്തിലാക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം അവർ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ചില അവസ്ഥകളിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് അടുത്ത സ്റ്റെപ്പ് 3 എന്ന ലെവലിലേക്ക് നീങ്ങിയത്. അങ്ങനെ വണ്ടി പിടിക്കുക, അല്ലെങ്കിൽ കാശ് തരാത്തവരെ ആക്രമിച്ചുകൊണ്ട് പണം കൈയാളുക. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വേഷം മാറി നിൽക്കുന്ന പോലീസുകാർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നാടകീയമായിട്ട് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കണം. അത് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു തരത്തിലും സംശയം ഉണ്ടാക്കാത്ത രീതിയിലുമായിരുന്നു. അങ്ങനെ അവർ ഡ്രഗ്സിൻ്റെ ലെവലിലേക്ക് സ്റ്റെപ്പ് 4 ലെവലിലേക്ക് നീങ്ങി. അപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഏത് രീതിയിലും തൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, അതായത് അരുണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ സ്റ്റുഡൻറ്റ് വിസയിൽ നിന്നും അവിടുത്തെ പെർമനൻറ്റ് വിസ ലഭിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണെന്നുള്ളതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവുകയും, അപ്പോൾ അരുണ് ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ തൻ്റെ കാര്യങ്ങൾ നടക്കും എന്നുള്ള അവസ്ഥയിലൂടെ ഇവരെ കൂടുതലായിട്ട് വിശ്വസിക്കുകയും ഈ വിശ്വസത അവർ മുതലാക്കുകയും എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവർ തന്ത്രപൂർവം സൈനൈഡ്, പ്രധാനമായിട്ടും സാമിനെ കൊലപ്പെടുത്തുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത് സൈനൈഡ് ചേർത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് കൊടുത്തുകൊണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പോയിൻ്റ്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് കൊടുത്തിട്ടുള്ള ആ സൈനൈഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് അവർ പ്രധാനമായിട്ടും ആ പോലീസുകാർ നീങ്ങിയത്. പക്ഷേ പെട്ടെന്ന് തന്നെ അരുൺ തനിക്ക് വളരെയധികം വിശ്വാസ്യത വന്നിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ അവരോട് ഈ വിഷയം പറയാതെ തന്നെ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് സൈനൈഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം നിൽപ്പുണ്ട്. പോലീസ് സംഘമാണ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മുൻപുള്ള പ്രശ്നത്തിലേക്ക് ഈ ഒരു വിഷയം കടന്നു ചെല്ലുവാനായിട്ട് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഇടപെടുന്നില്ല, ഇത് താങ്കൾ തന്നെ ചെയ്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ആ സൈനൈഡ് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് ഉടൻ തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടി തന്നെ അരുണിൻ്റെ ഈ കേസുമായിട്ടുള്ള ബന്ധത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് അരുണിന് ഉണ്ടായതായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഈ അന്വേഷണം 1 മാസമോ 2 മാസമോ ഒന്നുമല്ല, മാസങ്ങളോളം നീണ്ടുനിന്ന ഒരു സംശയത്തിനും അരുണിന് ഒരു തരത്തിലുള്ള പിടിയും കൊടുക്കാതെ വരുന്ന അവസ്ഥയിൽ ഇവരിലുള്ള വിശ്വാസ്യത കൂടുകയും പല രീതിയിലുള്ള ഇവരുടെ ജോലി ലെവലായിട്ടുള്ള അവസ്ഥയിൽ അരുൺ തൻ്റെ പെർമനൻറ്റ് വിസയുടെ കാര്യങ്ങൾ പറയുകയും വളരെയധികം വിഷമം പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അത് എന്നെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് നടക്കാത്തതാണ്, താങ്കൾ അതേതെങ്കിലും രീതിയിൽ തന്നെ താങ്കളുടെ ബോസിനോട് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുകയും പേപ്പർ വർക്കുകൾ നടക്കുന്നതിനിടയിൽ പല രീതിയിലുള്ള കാര്യങ്ങളും സംസാരിക്കുകയും പേപ്പർ വർക്കുകൾ നടത്തി കാര്യങ്ങൾ തനിക്ക് അരുണിന് അനുകൂലമായിട്ട് നടത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വാസ്യത പങ്കുവെക്കുകയും ആ യാത്രയിൽ തനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തന്ത്രപൂർവമായിട്ടുള്ള രീതിയിൽ, അതൊരു ദിവസങ്ങൾ കൊണ്ടല്ല പല ദിവസങ്ങൾ കൊണ്ടാണെന്ന് ഓർക്കണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല, 10-30ഓളം പോലീസുകാർ പല രീതിയിൽ വേഷം മാറി. ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ, വണ്ടി ഇടപാട്, പണമിടപാട്, ഡ്രഗ്സ് ഡീലിങ്, സൈനൈഡ് ഡീലിങ്, ഇതുപോലുള്ള ഓരോ അവസ്ഥയ്ക്കും പോലീസുകാർ തന്നെ വേഷം മാറി 10-30ഓളം പോലീസുകാർ വിക്ടോറിയ പോലീസ് വളരെ തന്ത്രപൂർവമായിട്ടുള്ള അന്വേഷണത്തിൽ ഈ യാത്രയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ യാത്രയിൽ ഇദ്ദേഹം താൻ ഒരു ആളെ അപായപ്പെടുത്തിയായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയോട് പറയുകയാണ്, പോലീസായിട്ട് വേഷം മാറി വന്ന വ്യക്തിയോട് പറയുകയാണ്. അങ്ങനെയുള്ള വർത്തമാനത്തിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവർ ക്യാമറയിൽ പകർത്തുകയും ഉണ്ടായിരുന്നു. ഒരു മാധ്യമങ്ങൾക്കും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും പുറമേയുള്ള ഒരു പത്രമാധ്യമങ്ങൾക്കും ഒരു തരത്തിലുള്ള ന്യൂസും പുറത്തുവിടാതെയാണ് ഇവരുടെ ഓരോ ചലനങ്ങളും നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുണിൻ്റെ വായിൽ നിന്ന് തന്നെ താൻ ഒരാളെ അപായപ്പെടുത്തി എന്നുള്ള വാർത്ത വരികയും
അതുവഴി അവരുള്ള ഒരു അന്വേഷണ പ്രക്രിയയായിട്ട് അരുണിനെ കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചുരുക്കം പറഞ്ഞാൽ ഉണ്ടായത്. അങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ജോയിൻ്റ് അക്കൗണ്ട് നടത്തുന്നതായിട്ടും ഇവർ തമ്മിലുള്ള താമസിച്ചുള്ള രേഖകളും മറ്റു സംബന്ധമായിട്ടുള്ള അനുബന്ധ ഈ സാം കൊലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ വളരെ കൃത്യമായിട്ട് വിക്ടോറിയ പോലീസിന് ലഭിക്കുകയുണ്ടായി. ഇവരുടെ ഈ മാസങ്ങളോളം നീണ്ടുനിന്ന അന്വേഷണത്തിൽ ഒരു തരത്തിലും തിരിച്ച് ഒന്ന് പറയുവാനോ അല്ലെങ്കിൽ തെളിവിൻ്റെ അഭാവം നടത്താൻ പറ്റാത്തതായിട്ടുള്ള എല്ലാ വ്യക്തമായിട്ടുള്ള രേഖകളും ഈ വിക്ടോറിയ പോലീസ് ഉണ്ടാക്കുകയായിരുന്നു. ഈ മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിലൂടെ ഇവർ പ്രധാനമായിട്ടും ചെയ്തതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തതോടുകൂടി ഈ പറയുന്നതെല്ലാം അവർക്ക് മണി പോലെ സമ്മതിക്കുവാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അതിസാമർത്ഥ്യം അരുൺ ചെയ്യുകയുണ്ടായിരുന്നു. അരുൺ തന്നെയാണ് ഈ പ്രവർത്തനം നടത്തിയതായിട്ടും സോഫിയയ്ക്ക് ഇതിൽ പങ്കില്ല എന്നും അരുൺ ഇവരുടെ വീട്ടിലേക്ക് കടന്നു വരികയും ഓറഞ്ച് ജ്യൂസിലേക്ക് ഈ സയനൈഡ് കലർത്തുകയും ചെയ്തതായിട്ടുമാണ് പറയുകയുണ്ടായിരുന്നത്. പക്ഷേ സോഫിയ അറിയാതെ നിൻ്റെ ഭർത്താവിന് ഉണ്ടാകുന്ന പ്രശ്നം നീ അറിയാതെ സംഭവിക്കുകയില്ല എന്നും കോടതി മുഖേനയുള്ള ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സോഫിയയുടെ വായിൽ നിന്നും ആ ലെവലിലുള്ള അന്വേഷണവും വളരെ മികച്ച രീതിയിൽ തന്നെ വിക്ടോറിയ പോലീസ് കണ്ടെത്തുകയാണ് ഉണ്ടായത്. അതോടൊപ്പം അരുണിനൊപ്പം താമസിച്ചിരുന്ന അതേ അരുണിൻ്റെ സുഹൃത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തതിലൂടെ സോഫിയയും അരുണും ഈ ഫ്ലാറ്റിൽ ഒന്നിച്ച് പല ദിവസങ്ങൾ താമസിച്ചതായിട്ട് ഈ സുഹൃത്ത് മൊഴി നൽകുകയുണ്ടായി. ഇവിടുത്തെ പോലെയല്ല, അവിടെ ഒരു 12 അംഗ ജൂറിയിലൂടെയാണ് ഇതിൻ്റെ എല്ലാ വിധി ലെവലും നീണ്ടത്. 14 ദിവസം നീണ്ട വിചാരണയിലൂടെ അങ്ങനെ 2018 ജനുവരിയിൽ ഇവർക്ക് ശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത്. കൊലപാതകത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് അന്നത്തെ ദിവസം രാത്രിയിൽ സാമിൻ്റെ വീട്ടിൽ അരുൺ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അതിനു മുമ്പ് സോഫിയ അവോക്കാഡോ ജ്യൂസിൽ ഉറക്ക ഗുളിക ചേർത്ത് ഉറങ്ങാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഓറഞ്ച് ജ്യൂസിൽ അങ്ങനെ ആ ഓറഞ്ച് ജ്യൂസിനകത്ത് ചേർന്ന സയനൈഡ് സാമിൻ്റെ വായിലേക്ക് അവർ ഒഴിച്ചു കൊടുക്കുകയായിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണ് സാം സയനൈഡ് ശരീരത്തിനുള്ളിൽ കടന്ന് മരണപ്പെടുകയുണ്ടായിരുന്നത്. അവർ കൊലപ്പെടുത്തുകയുണ്ടായിരുന്നു എന്ന് സാരം. അങ്ങനെ ഓസ്ട്രേലിയയിലെ മെൽബണിലെ വിക്ടോറിയ പോലീസ് 22 വർഷം സോഫിയയ്ക്കും അരുൺ കമലാസന് 27 വർഷം തടവ് ശിക്ഷയുമാണ് കൊടുത്തത്. അതിൻ്റെ ഇടയിൽ പരോൾ പോലും അനുവദിക്കുകയില്ല. അതായത് അവരുടെ നല്ല സമയങ്ങൾ മുഴുവൻ ജയിലിൽ തീർക്കേണ്ടതായിട്ട് വന്നു. സോഫിയ അതിനുശേഷം ജയിലിൽ വളരെയധികം വിഷാദ രോഗത്തിലേക്ക് കടക്കുകയും വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുമാണ് ആ പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഒരു മനോരോഗിയെപ്പോലെ ആയിത്തീരുന്നതായിട്ടും അരുണിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ സോഫിയ ഏറ്റവും അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ജീവിത ലെവല് നയിച്ചുകൊണ്ട് ആ ജയിലിൽ കടന്ന് പോവുകയുമാണ് ഉണ്ടായത്. വിവാഹമോചനം നടത്തി തനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കൂടെ ജീവിക്കാം എന്നുള്ള ആ വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ട് തന്നെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ മൂർത്തഭാവം, സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ക്യാരക്ടറുള്ള ഒരു മികച്ച വ്യക്തി സാം എന്ന് പറയുന്ന സാം എബ്രഹാമിനെ കൊലപ്പെടുത്തി തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞ യക്ഷിയായ സോഫിയയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു.